നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളെ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ്, അവരുടെ ഉദ്ദേശം എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ഓറക്കൽ മെസ്സേജ് കഴിഞ്ഞിട്ട് ആദ്യം നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കും. എന്നിട്ടുള്ള ചോദ്യമാണ് ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ, യെസ് ഓർ നോ. പിന്നെ അങ്ങനെ യെസ് വരികയാണെങ്കിൽ അത് ആരാണ്, മനസ്സിലായോ? ഓക്കെ, യെസ് വരുന്നുണ്ടെങ്കിൽ അത് ആരാണ്, യെസ് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലുള്ളത്, അതായിരിക്കും നമ്മൾ നോക്കുക. നോ ആണ് വരുന്നതെങ്കിൽ കേട്ടോ. പിന്നെ അങ്ങനെ യെസ് വന്നതാണെങ്കിൽ അത് ആരാണ്, അവരുടെ ഉദ്ദേശം എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്, നിങ്ങൾ ആരോ സ്പൈ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ റീഡിങ്. അപ്പോൾ ആൻസർ യെസ് ഓർ നോ വരുന്നതനുസരിച്ചായിരിക്കും റീഡിങ് പുരോഗമിക്കുന്നത്. എനിക്കൊരു റിക്വസ്റ്റ് വന്നതിനനുസരിച്ചാണ് ഞാൻ ഈ റീഡിങ് എടുക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്യുന്നവരും റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാൻ പാടില്ല. ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയ പോലെ പെട്ടെന്ന് എനിക്കൊരു എന്തോ ഒരു ഓക്കെ പോട്ടെ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ എന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ ഞാൻ റീഡിങ്ങിലേക്ക് പോവാണ്. ആദ്യത്തെ റീഡിങ് നമുക്ക് നോക്കാം അല്ലേ. ഞാനിത് നിങ്ങളുടെ എനർജിയാണ്, ഞാനിത് നോക്കിയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നോക്കാം. അപ്പോൾ ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ കാർഡ്. ഇത് 2, ഇത് 3 കേട്ടോ. നമുക്ക് ആദ്യം ഈ കാർഡിലാണ് പോകേണ്ടത്. മൂന്നാമത്തെ കാർഡാണ്. നമുക്ക് ആദ്യത്തെ കാർഡ് എടുത്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി റീഡിങ്ങിലേക്ക് പോകാം, ബാക്കി ചോദ്യങ്ങൾ ചോദിക്കാം. ഭഗവാനെ, അതെല്ലാം കാണുന്നതാണ് കേട്ടോ. നമുക്ക് നോക്കാം. കുറേ ഉണ്ട് കാർഡ്സ്, കുറച്ചധികം ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാരോ കുറച്ച് ഇത്ര ടെൻഷനിലുള്ള ഒരാളാണ്. ആദ്യത്തെ കാർഡ് മഹാശിവരാത്രി, ലവ് ആൻഡ് ഹാർമണി വെയിറ്റ്. അപ്പോൾ അടുത്ത ശിവരാത്രിക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു വളരെ ഹാർമോണിയസ് ആയ ഒരു സ്നേഹബന്ധം വരാൻ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത്. അവർക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നല്ലതിന് മാത്രം ഉപയോഗിക്കുക. ഡിസ്ട്രോയർ, വലിയൊരു ചേഞ്ച് വരുന്നുണ്ട്. അതിന് മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ തകിടം മറിയാനോ തകരാനോ ചാൻസ് ഉണ്ട്. അതിന് ശേഷമാണ് ഈ ചേഞ്ച് തുടങ്ങുക. പിന്നെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തുടങ്ങണം. എപ്പോഴും നിരാശരായിട്ടിരിക്കരുത്. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക, സൊല്യൂഷന് അന്വേഷിക്കുക. എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഡിവൈൻ ഗൈഡൻസിന് വേണ്ടി മനസ്സ് തുറക്കുക. പിന്നെ നിങ്ങളുടെ ചക്ര കുണ്ടലിനി യോഗ ചെയ്യണം. കാരണം നിങ്ങളുടെ ചക്രാസിന് ബ്ലോക്കേജ് ഉണ്ട്, അത് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ റേക്കിയോ അല്ലെങ്കിൽ എന്താ പറയുക, മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ വേറെ യോഗ തന്നെ ചെയ്താൽ അതൊക്കെ മാറും എന്നാണ് പറയുന്നത്. ശമനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. സീസ് ദ മൊമെന്റ്. ചിലർ എന്തെങ്കിലും കാര്യം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ശരിക്കുള്ള സമയം, കാര്യങ്ങൾ തുടങ്ങാം എന്ന് പറയുന്നുണ്ട്. ഭോലേനാഥ്. അപ്പോൾ മറ്റുള്ളവരോട് ചിലർ സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വളരെ റൂഡായിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. അപ്പോൾ അത് മാറ്റണം എന്ന് പറയുന്നുണ്ട്. പിന്നെ മഹാകാൽ, ഡിവൈൻ ടൈമിങ്. ചിലരുടെ ഡിവൈൻ ടൈമിങ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഡിവൈൻ ടൈമിങ് ആവട്ടെ, എന്നിട്ട് തന്നെത്താനെ അത് വായിക്കോളുമെന്ന് വിചാരിച്ചിരിക്കുന്ന ചിലരുണ്ട്. അവരുടെ ഡിവൈൻ ടൈം തുടങ്ങിയിട്ടുണ്ട്, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഫിനാൻഷ്യലി ഫാമിലിക്ക് നല്ലത് വരാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ ഓർക്കുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല ഇമോഷണൽ സപ്പോർട്ടും അവർക്ക് ആവശ്യമാണ്. പിന്നെ മെഡിറ്റേഷൻ. ചിലർക്ക് അവരെന്താണെന്ന് അറിയാൻ വയ്യാത്ത ചിലർ വഴി തെറ്റി എന്ന് വെച്ചാൽ ജീവിതം എന്താണ്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ആരാണ് എന്നൊന്നും അറിയാത്തവർ
അതറിയാൻ ആഗ്രഹിക്കുന്നവരും മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ചിലരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു യാത്ര തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് കാർഡ് എടുത്തവർക്കുള്ള മെസ്സേജസ് ആണ് കണ്ടത് നമ്മൾ. ഇനി നിങ്ങൾ എന്ത് എനർജിയിലാണെന്ന് നമുക്ക് നോക്കാം. 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. നിങ്ങൾ നേരത്തെ ആര് പറയുന്നതും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. എല്ലാവരിൽ നിന്നും അകന്ന് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തോളാം, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചിന്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാറിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കുറച്ച് നാളായിട്ട് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. മറ്റുള്ള അഭിപ്രായങ്ങളും മറ്റുള്ള ചോയ്സസ് ഒക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ മറ്റു ചോയ്സ് ഒന്നും വേണ്ട, പാസ്റ്റിലെ പ്രശ്നങ്ങൾ തന്നെ ആലോചിച്ച് ഏത് നേരവും ഇരിക്കുകയായിരുന്നു നിങ്ങൾ കേട്ടോ. ഇപ്പം അതിലൊക്കെ നേരിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഏത് കാർഡ്സ് ആണ് നമുക്ക് നോക്കാം. 4 ഓഫ് കപ്സ് റിവേഴ്സിന് ക്ലാരിഫൈ ചെയ്യുന്ന നൈറ്റ് ഓഫ് വാൻഡ്സ്. ചിലപ്പോൾ നിങ്ങളൊരു ഫ്ലർട്ടിഷ് എനർജി ആയിരുന്നിരിക്കാം, കുറച്ച് ഉഴപ്പായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് നേരായ വഴിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വഴി തെറ്റി നടന്നിരുന്ന ഒരു എനർജി അത് ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാം. ഒരു വഴികാട്ടി ആവശ്യമാണ്. ഒരു ഗുരുവിൻ്റെ സ്ഥാനീയയായ ആരെങ്കിലും വേണം എന്ന്, അല്ലെങ്കിൽ ഒരു വഴി കാണിച്ചു തരാൻ ആരെങ്കിലും. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് ജീവിതത്തിൽ ഞാൻ ഇനി എന്താണ് ചെയ്യുന്നത്, ഞാൻ ആരാണ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഇത് വെർഗോ സോഡിയാക് സൈൻ ആണ്. ഇനി നമ്മൾ നിങ്ങളെ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ചില സമയത്ത് അത് നമ്മളുടെ തോന്നലുകളായിരിക്കും കേട്ടോ. അത് നമ്മൾ കൗൺസിലിംഗ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സൈക്യാട്രിക് ഹെൽപ്പ് എടുക്കേണ്ടി വരും. തോന്നൽ മാത്രമാണെങ്കിൽ, അത് ശരിക്കും ആൾക്കാരെ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വഴിക്ക് വേറെ കാണണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ? നോ ആണ് കാണിക്കുന്നത്. യെസ് എന്ന കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. യെസ് എന്ന കാർഡ് അപ്പോൾ ആരോ വളരെ ധനികനായ നിറയെ പണമുള്ള ആരോ ഒരാൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷേ നിങ്ങൾ അറിയാതെയാണ് സ്പൈ ചെയ്യുന്നത്. അത് പ്രകടമായിട്ടല്ല ചെയ്യുന്നത്, വളരെ സീക്രട്ടായിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നോ എന്ന് പറയുന്നുണ്ടെങ്കിലും അതാണ് പ്രകടമായിട്ട് കാണിക്കുന്നത്. പക്ഷേ ശരിക്കും ഒരു യെസ് ആണ്. ആരോ ഒരാൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. വളരെ ഇഷ്ടംപോലെ പണമുള്ള ഒരു എനർജിയാണ്, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജി. ഇപ്പോൾ തൽക്കാലത്തേക്ക് ചിലപ്പോൾ പണനഷ്ടം ഉണ്ടായ ഒരു എനർജി, ചിലപ്പോൾ നിങ്ങൾ കാരണമായിരിക്കാം പണനഷ്ടം ഉണ്ടായിരിക്കുന്ന ഈ പേഴ്സൺ. നിങ്ങളൊരു എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ പണം കാണാതായിട്ട് അത് നിങ്ങളുടെ മുതുകത്ത് വെച്ചിട്ടുണ്ടാവാം. മനസ്സിലായോ? അപ്പം നിങ്ങളെ സംശയിക്കുന്ന ഒരു എനർജി. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. പക്ഷെ പ്രകടമായിട്ട് ചെയ്യുന്നില്ല. പ്രകടമായിട്ട് നിങ്ങളെ അവിശ്വസിക്കുന്നെന്ന് കാണിക്കാതെ സീക്രട്ട്ലി നിങ്ങളെ ഡൗട്ട് ചെയ്യുന്ന ഒരു എനർജി. അപ്പോൾ ഇവിടെ 2 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, എംപറർ റിവേഴ്സ് ആണ്. അപ്പോൾ ഇത് ആദ്യം നിങ്ങളുമായിട്ട് സ്നേഹത്തിലായിരുന്ന ഒരു എനർജി ആയിരുന്നു. പക്ഷേ അതെന്തോ പ്രശ്നം കൊണ്ട് അതൊക്കെ തകിടം മറിഞ്ഞു. ഇത് റിവേഴ്സിലാണ്. ഇപ്പോൾ ഒരു ഗ്രോത്ത് ഇല്ല റിലേഷൻഷിപ്പിൽ. ആ റിലേഷൻഷിപ്പ് ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പണ്ടത്തെ ആ സ്നേഹം ഇല്ല ഇപ്പോൾ. ഈ പേഴ്സൻ്റെ കുഴപ്പം കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടോ, നിങ്ങളുടെ സ്വഭാവം പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവ പ്രശ്നം കൊണ്ടോ ആണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയത്. ആ പേഴ്സണാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. ടോറസ്, ലിബ്ര, പിന്നെ വെർഗോ ആണ് കണ്ടത്. എന്താണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം? ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? പിന്നെയും വെർഗോ വരുന്നുണ്ടോ? ഈ സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. ഈ പേഴ്സൺ ഇതിൽ പ്രൂഫ് വേണം, നിങ്ങളല്ല ചെയ്തേക്കുന്നതെന്ന്. ഈ പ്രശ്നം, ഈ റിലേഷൻഷിപ്പിലെ ഈ പ്രശ്നം നിങ്ങൾ കാരണമല്ല, അല്ലെങ്കിൽ എന്ത് പ്രശ്നം കൊണ്ടാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോയത്
അതിൻ്റെ ഉത്തരവാദി നിങ്ങളല്ല, അല്ലെങ്കിൽ നിങ്ങളാണ് എന്ന് തീരുമാനിക്കണം. ഇതിനൊരു ഇപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിലാണോ, കൺഫ്യൂഷനിലാണോ, ഇതാണോ നിങ്ങളാണോ, ഇത് ശരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അത് അല്ലെങ്കിൽ ആൾക്കാർ വെറുതെ പറഞ്ഞതാണോ, നിങ്ങളെ തെറ്റിദ്ധരിച്ചാണോ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്, മനസ്സിലായോ? അതല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണോ ഇരിക്കുന്നത്, ശരിക്കും നിങ്ങളല്ലേ ഈ തെറ്റ് ചെയ്തത് എന്നൊക്കെ ഒരു ചിന്ത ഈ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ശരിയായ വഴി അന്വേഷിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വെർഗോ, നിറയെ വെർഗോ കാണിക്കുന്നുണ്ട്. വെർഗോ ഇവിടെയും വെർഗോ ആണ്. അപ്പോൾ ഒരു സോഡിയാക് സൈൻ വെർഗോ ആയിരിക്കണം ഈ റിലേഷൻഷിപ്പിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള എനർജി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ കുറ്റബോധമാണോ, ചെയ്തത് തെറ്റാണെങ്കിൽ, നിങ്ങളുമായിട്ട് ആ ഒരു സിറ്റുവേഷൻ മോശമായത്, ചെയ്തത് തെറ്റാണെങ്കിൽ ഈ പേഴ്സൺ എന്താ പറയുക, ഒരു സോൾ സെർച്ചിങ് നടത്തുന്നുണ്ട്. തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ലല്ലോ. ഇവിടെ ഒരു ചെകുത്താൻ്റെ കൺട്രോൾ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആ പേഴ്സൺ വഷളാക്കാൻ കാര്യമാക്കിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് വഷളാക്കാൻ കാര്യമായെങ്കിൽ, അത് ഒരു ചെകുത്താൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്, ഒരു ഡെവൽ എനർജിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്നൊരു ചിന്ത. അപ്പോൾ ആ കൺട്രോൾ ഇപ്പോൾ പോയിട്ടുണ്ടാവും ഡെവൽ എനർജിയുടെ എന്ന് വിചാരിക്കുന്ന ഒരു എനർജി. ഇവിടെ ലിയോ ഉണ്ട്, വെർഗോ ഉണ്ട്, ടോറസ്, ലിയോ, അക്വയറസ്, സ്കോർപ്പിയോ ഉണ്ട്, വെർഗോ ഉണ്ട്. ഒറ്റ ആ ക്വസ്റ്റ്യനിൽ കുറേ സോഡിയാക് സൈൻസ് മേജറായിട്ട് കാണിക്കുന്നുണ്ട്. പലരും കാരണം തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കും. പലരും പറഞ്ഞത് കേട്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ തെറ്റിദ്ധരിച്ചതായിരിക്കാം. ആരാണോ ഉത്തരവാദി, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം, അതൊരു ജോലി സംബന്ധമായ റിലേഷൻഷിപ്പ് ആവാം, എന്നുവെച്ചാൽ ഒരു മാനേജറും എംപ്ലോയിയും, അല്ലെങ്കിൽ ഒരു കമ്പനി ഓണറും എംപ്ലോയിയും തമ്മിലുള്ള ബന്ധമായിരിക്കാം, അക്കൗണ്ടൻറ്റും എംപ്ലോയിയും തമ്മിലുള്ള ബന്ധമായിരിക്കും എന്തായാലും. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റഡ് ആവും ഈ പേഴ്സൺ. ഇതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് സകലമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ പറയുക, ശരിക്കും ഇത് കണ്ടുപിടിക്കണം. ഈ സിറ്റുവേഷനിൽ വ്യത്യാസം ഉണ്ടാവണം തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആരെയും വിശ്വസിക്കുന്നില്ല ഇപ്പോൾ, മനസ്സിലായി? നിങ്ങൾ തന്നെ പറയണം എന്നാണ്, നിങ്ങളുടെ അടുത്ത് തന്നെ അറിയണം എന്നാണ് ഈ പേഴ്സണ്. ഇതൊരു ശരിക്കല്ല, ഒരു ഒബ്സഷൻ കൊണ്ടുണ്ടായ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പക്ഷേ ഒരു കുറ്റബോധം നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇല്ല, മനസ്സിലായി? ഈ പേഴ്സൺ സത്യാന്വേഷിയാണ്. കുറ്റബോധം ഉണ്ടെന്ന് ചിന്തിച്ചത് എൻ്റെ തെറ്റാണ്. ഇവിടെ കുറ്റബോധമല്ല, ഈ ഒരു വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. എനിക്കിതിൻ്റെ സത്യം അറിയണം എന്നൊരു സത്യാന്വേഷിയാണിത്, അല്ലാതെ കുറ്റബോധം കൊണ്ടല്ല. ഇതിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കണം. ഇതിൻ്റെ സത്യം അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് ചിന്തിക്കുന്ന, ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരു എനർജിയാണത്. അപ്പോൾ ഇത് സത്യം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അത് ഒബ്സസീവായിട്ടാണ് ഈ സിറ്റുവേഷൻ്റെ പുറകെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. വെർഗോസ് എപ്പോഴും വെർഗോ ആവണമെന്നില്ല. പല സോഡിയാക് സൈൻ കാണിക്കുന്നു. എന്നാലും വെർഗോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, വെർഗോ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം കണ്ടിട്ടേ വെർഗോ തിരിച്ച് കയറുള്ളൂ. അതാണ് വെർഗോസിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര ഡിറ്റക്റ്റീവ് എനർജിയായ, വളരെ ഇൻ്റലിജൻ്റ് ആയ കുറച്ച് ആളുകളാണ് വെർഗോ സോഡിയാക് സൈൻ. നിങ്ങളുടെ അഡ്വൈസ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? സ്റ്റാർ. ഇവിടെ ഇതൊരു റിലേഷൻഷിപ്പ് സെനാരിയോ ആണെങ്കിൽ ഒരു റീകൺസിലിയേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. റീകൺസിലിയേഷൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ സത്യം, ഇവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യം വെളിപ്പെടുത്തുകയാണ് നല്ലത്, മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ സത്യം സ്റ്റാറാണ് വരുന്നത്, പ്രകാശിക്കുന്ന ഒരു സ്റ്റാറാവുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഈ ചന്ദ്രനിലും എന്താ പറയുക, ഒരു കറുപ്പുണ്ടെന്നാണ് പറയുന്നത്. ചന്ദ്രൻ ഭയങ്കര പ്രകാശം നിൽക്കുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കും ഭയങ്കര വെളുത്തതാണ്. എന്നുവെച്ചാൽ അതിൽ കലകളൊന്നും ഇല്ലാന്ന് വിചാരിക്കും, എന്താ വെച്ചാൽ കേടില്ല എന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും ചന്ദ്രനിലും കേടുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര പ്രകാശിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ നിങ്ങളെ ഇതിനകത്തേക്ക് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര നിങ്ങളുടെ എനർജി കുറച്ച് കണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കണ്ണിങ് ആയ ഒരാളാണ്. നിങ്ങളുടെ ആ പുറംപൂച്ചിൽ നിങ്ങളിത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്, മനസ്സിലായോ? പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങൾ ഡിഫെൻഡ് ചെയ്താലും കാര്യമില്ല. ഇവിടെ കുറച്ച് നിങ്ങൾ സ്ട്രാറ്റജിക് ആയിട്ട് ഇവിടെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കണം എന്നാണ് പറയുന്നത്. എന്നാലും പക്ഷേ ഈ എന്താ പറയുക, എപ്പോഴും സൂര്യൻ കാർമേഘങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. സത്യം അതുപോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്പൈ ചെയ്യുന്ന ആൾ ഇവിടെ നടന്നേക്കുന്ന കള്ളത്തരം മുഴുവനും അറിയാനിടയുണ്ട്. ഇത് ആരുടെ റീഡിംഗ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ചിലപ്പോൾ ഇത് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാം. എന്തായാലും ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. എന്തോ ഒരു കാര്യം വെളിപ്പെടാൻ പോകുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക, ഹേമ കമ്മീഷൻ വന്നപ്പോൾ കുറേ നക്ഷത്രങ്ങളുടെ ഇരുണ്ട കാര്യങ്ങളെല്ലാം പുറമെ വരുന്നില്ലേ, അതുപോലത്തെ ഏകദേശം ഒരു സിറ്റുവേഷൻ പോലെയാണ് ഇവിടെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ കള്ളി വെളിച്ചത്താവാൻ പോകുന്നുണ്ട്. അത് ഒരാൾ അത് രണ്ടും കൽപ്പിച്ച് മുന്നിട്ട് ഇറങ്ങിയേക്കുന്നതുകൊണ്ടാണ്. ഇവിടെ അക്വേറിയസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ലിയോ ഉണ്ട്, ടോറസ് ലീബ്ര ഉണ്ട്, വെർഗോ ഉണ്ട്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്. ഇത്രയും സോഡിയാക് സൈൻ, പിന്നെയും വെർഗോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും സോഡിയാക് സൈൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ അറിയുക, എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എനർജി ആവണമെന്നില്ല, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാനും വഴിയുണ്ട്. നിങ്ങളെ സ്പൈ ചെയ്യുന്ന ആളുടെ എനർജി ആവാനും വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ റീഡിങ്. ഇനി ഞാൻ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് കാർഡ് നോക്കുന്നതിന് മുമ്പ് ഓറക്കിൾ മെസ്സേജ് നോക്കാം. നിങ്ങൾ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓറക്കിൾ മെസ്സേജാണ്. രണ്ട് കാർഡാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക്. ഒന്ന് കുണ്ടലിനി യോഗ. അപ്പോൾ നിങ്ങളുടെ ചക്രാസിൽ ബ്ലോക്കേജ് ഉണ്ട്, അത് അൺബ്ലോക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, പക്ഷെ അപ്പോൾ നിങ്ങൾ വരുംവരായികൾ അവിടുത്തെ പ്രശ്നങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ഇടവരില്ല. പക്ഷേ പുതിയ സ്ഥലം എത്ര എക്സൈറ്റഡ് ആണെങ്കിലും നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. വളരെ കോഷ്യസ് ആയിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് രണ്ട് കാർഡ് കിട്ടിയത് നിങ്ങൾക്ക്. ഇനി നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എനർജി 4 ഓഫ് വാൻഡ്സ് ആണ്. ഇതൊരു മാരേജ് കഴിഞ്ഞ ഒരാളുടെ എനർജിയാണ്. മാരേജ് കഴിഞ്ഞ ഒരാളുടെ ഹാർട്ട് ബ്രേക്ക് 3 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിവാഹ ജീവിതത്തിലുള്ള പ്രശ്നമാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സോഡിയാക് സൈൻ ആണ് ആ കാർഡ്. നിങ്ങളുടെ എനർജി മാരീഡ് ആണ്, സെലിബ്രേഷൻ ആണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞല്ലോ, അത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറിയ വീട് വെച്ചതാണോ എന്തോ, ഇതൊരു സെലിബ്രേഷൻ ആണ് കാണിക്കുന്നത്. പണം കൈമാറ്റം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ ആശിച്ച് മോഹിച്ച് കുറേ നാൾ കാത്തിരുന്നിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു വിവാഹം നടന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട് വെച്ചതായിരിക്കാം. എന്തോ ഒരു സെറിമണിയാണ്, അല്ലെങ്കിൽ വീടിൻ്റെ പാല് കാച്ചൽ, അതുപോലെയുള്ള എന്തോ ഒരു ശുഭമുഹൂർത്തം ഇപ്പം നടന്നിട്ടുണ്ട് ജീവിതത്തിൽ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. നിങ്ങൾ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഈ സൗഭാഗ്യങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും അസൂയക്കാലുക്കളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പണത്തിൽ വരവിന് ഉപരിയായിട്ടുള്ള ഒരു വീടാണോ വെച്ചേക്കുന്നത്? നിങ്ങളുടെ കപ്പാസിറ്റിക്ക് ഒതുങ്ങില്ലെന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു അസൂയുള്ള ഒരു സ്പൈയിങ് പോലെ അല്ലേ, അതാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ? എല്ലാ കാർഡും കൂടി ഞാൻ എടുക്കുന്നില്ല, എന്നാലും കണ്ടു. ഒരു ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് ഒക്കെ കണ്ടു ഞാൻ. ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന പോലെയൊക്കെ ഒരു സിറ്റുവേഷനാണ്. എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. മറിഞ്ഞ കാർഡൊക്കെ ഞാൻ തിരിച്ചു വെച്ചു, രണ്ടാമെടുക്കുകയാണ്. അല്ല, കുറേ കാർഡ്സ് വരുന്നത്. പലരും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ? യെസ് ആണ് വരുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ മാരേജ് നിങ്ങൾ സ്നേഹിച്ച ആളെ ഉപേക്ഷിച്ചിട്ട് വേറെ ആളെ വിവാഹം കഴിക്കുകയാണോ ചെയ്തേക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? ആ പേഴ്സൺ നിങ്ങളെ വളരെ അഗാധമായി നിങ്ങൾ
വളരെ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ആ പേഴ്സണെയാണോ നിങ്ങൾ വിവാഹം കഴിച്ചത്, അതോ വേറെ ആരെങ്കിലുമാണ്? എന്തായാലും ആ പേഴ്സണാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നു. ഒന്നില്ലെങ്കിൽ ആ പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വിവാഹം കഴിച്ച ആൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ, ആ പേഴ്സൺ മറ്റേ ആളെ ചതിക്കുക എന്തെങ്കിലും ചെയ്തോ, എന്തായാലും ആരോ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. ഇത് ലവേഴ്സാണ് കാണിക്കുന്നത്. ക്ലാരിഫൈ ചെയ്യണോ? ഒരു കള്ളത്തരം ചെയ്ത പോലെ ആ പേഴ്സണെ മുതുകത്ത് ചവിട്ടിയിട്ട് ആ പേഴ്സണെ കള്ളത്തരം പറഞ്ഞിട്ട് ആ പേഴ്സണെ ഉപേക്ഷിച്ച പോലെ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ നിങ്ങൾ വിവാഹം കഴിച്ചേക്കുന്ന ആളുടെ എനർജി ആയിരിക്കും. ആരെയോ ചതിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയോ ഉപേക്ഷിച്ചിട്ടാണ് ഈ വിവാഹത്തിലേക്ക് കയറിയിരിക്കുന്നത്. ആ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിവാഹം കഴിച്ച ആളല്ല, ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു പേഴ്സൺ. അപ്പോൾ പറഞ്ഞു പറ്റിച്ച പോലെ ഇവിടെ കാണിക്കുന്നത്. എന്തായാലും മേജർ ഡെസ്റ്റിനിയുടെ പ്രശ്നം, അങ്ങനെ ഒരു നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യം പോലെ തോന്നുന്നില്ല. നമുക്ക് മുമ്പോട്ട് പോകാൻ നോക്കാം. ആരാണ് അപ്പം ഇത് സ്പൈ ചെയ്യുന്നുണ്ട്? ഇങ്ങനത്തെ ഒരാളാണ് സ്പൈ ചെയ്യുന്നത്. എന്താണ് ഉദ്ദേശം? നിങ്ങൾ എന്തോ ഒരു കാര്യം ആ പേഴ്സണെ ഏൽപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. അത് തിരിച്ചു തരാൻ വേണ്ടി, തിരിച്ചു തന്നിട്ട് അതിനാണ് സ്പൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എവിടെയാണ് ഈ പേഴ്സൺ അറിയില്ല, നിങ്ങളെ കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. എന്നിട്ട് ഈ പേഴ്സൺ ഇറങ്ങിപ്പോകും നിങ്ങളുടെ ലൈഫിൽ നിന്ന്, കേട്ടോ. കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾ എന്താണോ കൊടുത്തേക്കുന്നത് തിരിച്ചു തരാനോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടേതായ എന്തോ ഒരു കാര്യം ഈ പേഴ്സണിൻ്റെ കയ്യിലുണ്ട്. ചിലപ്പോൾ കടം വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ പൈസ കൊടുത്ത് സഹായിച്ച ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ അത് തന്നെ നിങ്ങൾ ഈ പേഴ്സൺ എന്തോ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക്, മനസ്സിലായോ? ചിലപ്പോൾ ഒരു പുതിയ ജോലിയുടെ ഓഫർ ആയിരിക്കാം. എന്തായാലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ, അപ്പം നിങ്ങൾ ബിസിനസ് സംബന്ധമായ റിലേഷൻഷിപ്പിൽ പിന്നെ സ്നേഹമായതാണോ അറിയില്ല. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹം. അതിന് പതുക്കെ, വളരെ പതുക്കെ വരുള്ളൂ. അതിൻ്റെ ഫ്യൂച്ചറൊക്കെ ആലോചിച്ചിട്ടാണ് ഈ പേഴ്സൺ വരാൻ പോകുന്നത്. വളരെ കാൽക്കുലേറ്റീവ്, വളരെ സ്ലോ ആയിട്ട് വരുന്ന, വയലൻ്റ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുള്ള എനർജിയാണ്. ഒരു പുതിയ ഒരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊരു സിംഗിൾ മദറാണ്, ഒരു കുഞ്ഞുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ ഒരു കുഞ്ഞുണ്ട്. അതിനെ ഉപേക്ഷിച്ചിട്ടാണോ നിങ്ങൾ പോന്നേക്കുന്നത്, അതോ ആരെങ്കിലും നിങ്ങളുടെ പേഴ്സണാണോ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോന്നേക്കുന്നത്? ഈ സ്പൈ ചെയ്യുന്ന ആൾക്കൊരു കുഞ്ഞുണ്ട്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട്, പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ട്. ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് അറിയില്ലായിരിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ ആ പേഴ്സണോട് ഇൻട്രസ്റ്റ് വെച്ചില്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചേ അടങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ, കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ അറിയാതെ കണ്ടുമുട്ടുകയായിരിക്കും. എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും കണ്ടുമുട്ടാനാണ് ചാൻസ്. ഇവിടെ ഈ പേഴ്സൺ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ആയിരിക്കും നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ പുറകെ വരാൻ തന്നെയാണ്, അതിന് കയ്യും കെട്ടി ഇറങ്ങിയേക്കാണ് ഈ പേഴ്സൺ. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇറങ്ങിപ്പോകും. അപ്പോൾ വളരെ സ്ട്രോങ് വിൽഡായ ഒരാളാണ്. വിവാഹം കഴിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ കണ്ട് എന്താണോ പേഴ്സണെ ഏൽപ്പിച്ചേക്കുന്നത് ആ സാധനം നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ട് ഈ പേഴ്സൺ ഇറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശം. എന്ത് സാധനമാണോ നിങ്ങളുടേത് ഈ പേഴ്സണിൻ്റെ അടുത്തുള്ളത്. ഇവിടെ സോഡിയാക് സൈൻ ആകെ ക്യാൻസർ മാത്രമേ കാണിക്കുന്നുള്ളൂ, വേറെ എല്ലാം മൈനർ ആൾക്കാരാണ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അത് വാട്ടർ സൈൻ ഉണ്ട്, വാട്ടർ സൈൻ എല്ലാം ഉണ്ട് ഇവിടെ, കേട്ടോ. അപ്പോൾ അതാണ് ഉദ്ദേശം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? അപ്പം നിങ്ങൾ അറിയാതെ മുങ്ങിയതാണോ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോകുന്നതാണോ നിങ്ങൾ? അങ്ങനെ ഒരു എനർജിയാണല്ലോ കാണിക്കുന്നത്. അത് നിങ്ങളാണോ നിങ്ങളുടെ പേഴ്സണാണോ? എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും വരും. എന്തായാലും നിങ്ങൾക്കുള്ള അഡ്വൈസ് ഡെവലാണ്, ഒബ്സെഷനാണ്. നിങ്ങൾ ഒബ്സെസ്ഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ ഒബ്സെസ്ഡ് ആണ്, കേട്ടോ. വളരെ റൂത്ത്ലെസ് ആണ്, രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേക്കാണ്.
നിങ്ങളെ എംപ്രസ് ആയിട്ടാണ് കാണുന്നത് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒതുങ്ങി നിൽക്കുക. നിങ്ങൾ ആ പേഴ്സണോട് ഫൈറ്റ് ചെയ്യാനോ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഈ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സത്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒളിച്ചു വെച്ചാലും അത് പുറത്ത് വരും എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതിൽ കൺട്രോളില്ല. നിങ്ങൾ ചിലപ്പോൾ ഈ സത്യമെല്ലാം മറച്ചു വെച്ചിട്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറിയേക്കുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയായിരുന്നു, നിങ്ങളൊരു പൈസ ഉള്ള ഒരാളായിട്ട് പുതിയൊരാൾ വന്നപ്പോൾ അയാളുടെ കൂടെ പോയതായിട്ടാണ് കാണിക്കുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എത്ര ഒളിച്ചു വെക്കാൻ നോക്കിയാലും അത് കണ്ടുപിടിക്കപ്പെടും, അത് പുറത്ത് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഒബ്സസീവാണ് ഏതൊരു എനർജി ആയിട്ട്. ഇപ്പം നിങ്ങളൊരു തേർഡ് പാർട്ടി ആണോ? അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിവാഹം കഴിച്ചേക്കുന്ന ആളൊരു തേർഡ് പാർട്ടി ആയിരുന്നു. എന്തായാലും വലിയൊരു പണിയാണ് വരുന്നത്. ഈ റിലേഷൻഷിപ്പ് തുടരാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. ഈ സിറ്റുവേഷൻ അവസാനിക്കുകയൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ കുറേ കള്ളത്തരങ്ങൾ കാണിക്കൂല. നിങ്ങളുടെ ആദ്യ ഭർത്താവോ ആദ്യ ഭാര്യയോ ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ പുറകെ. അപ്പോൾ ഹൈ പ്രീസ്റ്റസ്, നിങ്ങൾ കുറച്ചും കൂടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് തോന്നലുകൾ ഉണ്ടാവും, മനസ്സിലായി. പക്ഷേ അപ്പോൾ നിങ്ങൾ മീൻസ് പുതിയ ആളോട് എല്ലാ സത്യവും തുറന്നു പറയാൻ നിങ്ങൾ ആഗ്രഹിക്കും. പക്ഷേ വളരെ കണ്ണിങ് ആയിട്ടാണ് നിങ്ങളിത് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഈ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ തള്ളി പറയും, അതെല്ലാം ഉണ്ടാവും കേട്ടോ. പക്ഷേ ഈ സത്യം എന്തായാലും നിങ്ങൾ എന്തൊക്കെ നോക്കിയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആരാണോ ഇവിടെ എന്താ പറയുക, നിങ്ങളുടെ എനർജിയോ നിങ്ങളുടെ പേഴ്സൺ ആരുടെ എനർജി ആണെങ്കിലും സത്യം എന്തായാലും പുറത്ത് വരും. എത്രയൊക്കെ കള്ളത്തരം കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചാലും ഇവിടെ സത്യം പുറത്ത് വരും എന്നാണ് പറയുന്നത്. ഇവിടെ 3 പേരുണ്ട്. ഒരു കിങ് ഓഫ് കപ്സും ഉണ്ട്, ക്വീൻ ഓഫ് കപ്സും ഉണ്ട്, ഒരു ക്വീൻ ഓഫ് വോൺസും ഉണ്ട്. അപ്പം നിങ്ങളാണോ ക്വീൻ ഓഫ് വോൺസ്? ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മറ്റേത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ഉണ്ട്, ടോറസ്, ലിബ്ര ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ബാക്കി ഞാൻ പറഞ്ഞ സോഡിയാക് സൈൻ എല്ലാം ഉണ്ട്, പിന്നെ വെർഗോ, പൈസസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു നിങ്ങളെ സ്പൈ ചെയ്യുന്ന ആൾ നിങ്ങൾ അന്വേഷിച്ച് വരും. ആ പേഴ്സൺ ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും. നിങ്ങൾ എന്തൊക്കെ നോക്കിയാലും അതിനൊന്നും നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിപ്പോൾ വിവാഹം കഴിച്ച ആൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. എന്തായാലും നിങ്ങളെ ആ പേഴ്സൺ ഉപേക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. അവസാനം ഈ പേഴ്സൺ വരുന്ന ആൾ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. നിങ്ങളെ പിന്നീട് സ്വീകരിക്കില്ല ഈ പേഴ്സൺ കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു റീഡിങ് കണ്ടത്. ഈ സ്പൈ ചെയ്യുന്ന ആൾ എന്തായാലും വരും എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ റീഡിങ്. ഇനി നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ എനർജിയാണിത്. നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. തിരിയുന്നില്ല. വരാൻ പോകുന്നതാണ് അപ്പം നിങ്ങൾക്കുള്ള കാർഡ്. ഓക്കെ, ഇത്രയും കാർഡ്സോടെ വന്നേക്കുന്നത്. നമുക്ക് നോക്കാം. മൗണ്ടൻസ്, പർവ്വതങ്ങൾ പോലെ ഉറച്ചു നിൽക്കണം, പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിസന്ധികളിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ട്. കറക്റ്റിങ് യുവർ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം, അതുകൊണ്ട് നല്ലതേ വരുള്ളൂ. പിന്നെ ഇതാണ് നിങ്ങളുടെ ശരിക്കുള്ള സമയം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം
ആയിരിക്കണം അവിടെ ജീവിക്കുന്നതും അവിടെ നടക്കുന്നതെല്ലാം കേട്ടോ. പുതിയ സ്ഥലത്ത് അങ്ങനെ അശ്രദ്ധമായിട്ട് ചെന്ന് കയറരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കർമ്മഫലം, നിങ്ങളുടെ ഈ അനുഭവിക്കുന്നതും വരാൻ പോകുന്നതെല്ലാം കർമ്മഫലമാണ്. പിന്നെ ഈഗോ എല്ലാം നശിപ്പിച്ച് കളയണം. ത്രിശൂലമാണിത്. നമ്മളുടെ ഉള്ളിലുള്ള മിഥ്യാബോധങ്ങളും നമ്മൾ ആരൊക്കെയോ ആണെന്നൊരു തെറ്റിദ്ധാരണ, അത് ഈഗോ എല്ലാം നശിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എനർജി. സ്റ്റാർ റിവേഴ്സാണ്. നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റിലാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവില്ല. നിങ്ങൾ വളരെ കഴിവുള്ള ഒരു എനർജിയാണ്, വളരെ ക്രിയേറ്റീവായൊരു എനർജിയാണ്. പിന്നെ വേറൊരർത്ഥം, ഇത് റീകൺസിലിയേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരെയൊക്കെയാണോ നിങ്ങൾ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനാണോ നിങ്ങൾ ഉപേക്ഷിച്ച് പോന്നിട്ടുള്ളത്, ആ സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ് കേട്ടോ. Mother of Wands, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ. തേർഡ് പാർട്ടിയോട് ആർക്കോ സഹകരണം കൂടിയത് കൊണ്ടും, അല്ലെങ്കിൽ നിങ്ങളൊരു തേർഡ് പാർട്ടി ആയതുകൊണ്ടും, നിങ്ങൾ അവിടെ ഒരു അധികപ്പറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടുമാണ് നിങ്ങൾ അവിടെ നിന്ന് പോന്നേക്കുന്നത്. തിരിച്ചു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തേക്കുന്ന ഈ ഒരു ക്വീൻ ഓഫ് വാൻഡ്സിനാണ്. ഇതൊരു അമ്മയാണ് എന്ന് വെച്ചാൽ മുട്ടയ്ക്ക് അടയിരിക്കുന്ന ഒരു സർപ്പമാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. നിങ്ങൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സണാണോ? നിങ്ങൾ ആരുടെ അടുത്ത് നിന്നാണോ പോകുന്നത് ആ പേഴ്സണാണോ നിങ്ങൾ സ്പൈ ചെയ്യുന്നത്? ഇല്യൂഷനൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഒരു കാർഡാണ് വാങ്ങാൻ വേണ്ടത്. ചെറിയൊരു കാർഡ്. 3 കാർഡ് വേണ്ട. ആരെങ്കിലും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ? 3 കാർഡ് വെച്ചാൽ വരുന്നതെന്ന് ഞാൻ എടുക്കുക. നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. യെസ് ഒരു നോ ഉണ്ട്. യെസ് തന്നെ തിരിഞ്ഞു വന്നേക്കാണ്. അപ്പോൾ ഒരു പ്രകടമായിട്ട്, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം. ഇവിടെ ഒരു ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നത്. സാജിറ്റേറിയസ്, ക്യാൻസർ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഇംബാലൻസ് ഉണ്ട് റിലേഷൻഷിപ്പിൽ. മനസ്സിലായി? ഈ സിറ്റുവേഷനിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ആരോ തത്രപ്പെട്ട് അതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ, രണ്ടും വേണം. മനസ്സിലാവുണ്ടോ? ഒരെണ്ണം പോരാ, രണ്ടും വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, 2 റിലേഷൻഷിപ്പും വേണമെന്ന് വിചാരിക്കുന്ന ഒരു എനർജി. അതുപോലെ തന്നെ ഒരു ഓപ്പോസിഷനെ ഇതൊരു വഴി അറിയാതെ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ബാലൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2 റിലേഷൻഷിപ്പും ഒരുപോലെ കൊണ്ടുപോകാൻ 3 കാണിക്കുന്നുണ്ടോ? 1 2 3. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അത് തേർഡ് പാർട്ടിയെയും വേണം, നിങ്ങളെയും വേണം, സ്വന്തം കറണ്ട് പാർട്ട്ണറെയും വേണമെന്ന് വിചാരിക്കുന്ന ഒരു എനർജി. പക്ഷേ എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരേണ്ടതെന്നൊരു ഒരു ഐഡിയയും ഇല്ലാത്തൊരു എനർജി. കുറച്ച് പ്ലെയർ ആയിട്ടുള്ള ഒരു എനർജി. പ്ലെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഴപ്പായ ഒരു എനർജിയാണിത്. അപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് വേണം. ഈ 10 ഓഫ് പെൻറ്റക്കിൾസ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല ഈ പേഴ്സൺ മാരേജിൽ നിന്ന് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയും സാജിറ്റേറിയസ് എനർജി വരുന്നുണ്ട്. ഒരു 10 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. സ്വന്തം സ്വഭാവം, ഉഴപ്പായ സ്വഭാവം. അപ്പോൾ 2 പേരായിരിക്കില്ല, ഇവിടെ 3 പേരുടെ സിറ്റുവേഷൻ, അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊരു ബിട്രയൽ, അതിനൊരു അവസാനം വരുത്താൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഉഴപ്പ് സ്വഭാവം അവസാനിപ്പിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഡിറ്റർമിൻഡ് ആയിട്ടാണ് അതിൻ്റെ പുറകെ നടക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഇത് സാജിറ്റേറിയസ് ആണ്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. സാജിറ്റേറിയസ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ക്യാൻസർ, സോഡിയാക് സൈനും ഉണ്ട് ഇവിടെ.
അപ്പോൾ ഈ പേഴ്സൺ വളരെ ആത്മാർത്ഥമായിട്ട് 2 റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ കറണ്ട് പാർട്ട്ണറിൽ കുട്ടികളുണ്ടാവാം, മനസ്സിലായി. അപ്പോൾ അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതേസമയം നിങ്ങളെയും ഉപേക്ഷിക്കാനുള്ള മനസ്സില്ല. നിങ്ങളെയും വേണം, കറണ്ട് പാർട്ട്ണറെയും വേണം. ഈ പേഴ്സൺ ചിലപ്പോൾ ഇങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും പേഴ്സൺ. പക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഈ പേഴ്സൺ ആരോടെങ്കിലും വളരെ സീരിയസ് ആവുന്നത്. നിങ്ങളെ പോലെയുള്ള ഒരാളെ കണ്ടു കിട്ടുന്നത് ആദ്യമായിട്ടായിരിക്കാം. എന്നുവെച്ചാൽ വിവാഹശേഷം ഈ പേഴ്സൺ ഉഴപ്പിയിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാളെ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ എത്തുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ സ്വഭാവമാണ് മാറ്റാൻ പോകുന്നത്. ഇനി എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വേണ്ട, എനിക്ക് ഈ 2 പേരും വേണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണിത്. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. നിങ്ങൾ അവിടെ നിന്ന് വിട്ടു പോകുന്നത് കൊണ്ടാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അൺബ്ലോക്ക്ഡ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ ഈ പേഴ്സണെ ഒരു മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. അതാണ് ഈ പേഴ്സൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. എന്താണ് ഉദ്ദേശം? ഈ നിങ്ങളെ സ്പൈ ചെയ്യുന്നത് കൊണ്ട് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളെ സ്പൈ ചെയ്യുന്നത് കൊണ്ട് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. റൈറ്റ് ഓഫ് പെന്റക്കിൾസ് പിന്നെയും വരുന്നുണ്ട്. എംപ്രസ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. വളരെ പാഷനറ്റ് ആണ് നിങ്ങളായിട്ട്. ഒരു ന്യൂ ബിഗിനിങ് വേണം. ഇതങ്ങനെ അങ്ങോട്ട് അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. പക്ഷേ അതൊരു ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ അടുത്തേക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ബഹളം ഉണ്ടാവും, ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ചോദിക്കും, കള്ളത്തരത്തിനുള്ള ഉത്തരം പറയേണ്ടി വരും പേഴ്സൺ. പക്ഷെ അതിന് ഈ പേഴ്സൺ റെഡിയല്ല, മനസ്സിലായോ? അപ്പോൾ ക്യാപ്രിക്കോൺ റിവേഴ്സ് വന്നേക്കുന്നത്, ഡെവിൾ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഈ പേഴ്സൺ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് നല്ലോണം, മനസ്സിലായോ? ഇതൊരു അത്ര വലിയ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള മെമ്മറീസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും ഫൈറ്റ് ചെയ്ത് അകന്ന് നിൽക്കുന്നവരാണ്. ഒരിക്കലും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ. അപ്പോൾ അധികമായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല 2 പേരും അധികം. അപ്പോൾ ഈ പേഴ്സണാണ് ഈ റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യാൻ നോക്കിയത്. ഈ പേഴ്സൻ്റെ സമയത്ത് നിങ്ങൾ വിളിക്കുക, ഈ പേഴ്സൻ്റെ സമയത്ത് ഈ പേഴ്സൺ മിക്കവാറും റെസ്പോണ്ട് ചെയ്യില്ലായിരുന്നു, അല്ലേ? അങ്ങനെ മനസ്സ് മടുത്തിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോയേക്കുന്നത്. എന്തായാലും ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യാൻ ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഈ റിലേഷൻഷിപ്പ് വേണം, തിരിച്ച് വേണമെന്നാണ് വിചാരിക്കുന്നത്. കൺഫ്യൂഷൻ ഇല്ല, ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് വേണം. അതിന് എന്ത് വഴിയും, ഈവൻ ബ്ലാക്ക് മാജിക് ചെയ്യാനും ഈ പേഴ്സൺ റെഡിയാണെന്നാണ് പറയുന്നത്. മനസ്സിലായി? എന്ത് ചെയ്യണമെന്ന് ഒരു എത്തുമ്പടിയില്ല. നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമെന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടുമില്ല. ഈ പേഴ്സൺ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. ചിലർ പറയുന്നത് കേട്ടിട്ടില്ല, എന്നെ ഇതുവരെ ആരും ഉപേക്ഷിച്ചിട്ടില്ല, ഞാനാണ് ഉപേക്ഷിക്കുന്നത്, അതുപോലെയുള്ള ഒരു എനർജി ആയിരുന്നു. പക്ഷേ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി. എന്ന് വെച്ചാൽ നിങ്ങളുടെ മുകളിൽ ഈ കിട്ടിയ പവർ, നിങ്ങളുടെ മുകളിൽ ഭയങ്കര പവർ ഉണ്ടായിരുന്ന ഒരാളാണ്, നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ ഈ കൺട്രോൾ വെട്ടിച്ച് പോകുമെന്ന്. പക്ഷെ നിങ്ങൾ വാക്കൗട്ട് ചെയ്തു, വളരെ നല്ലതാണ് കാര്യം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഈ പേഴ്സൺ ഇതുകൊണ്ടാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ ആരും വരാൻ ഈ പേഴ്സൺ സമ്മതിക്കില്ല. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? സത്യം തുറന്ന് പറയാൻ ഈ പേഴ്സൺ വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്നേഹമൊന്നുമില്ല, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കിക്കാണ്, നിങ്ങളുടെ ഹാപ്പിനെസ്, അതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ പേഴ്സണെ റിലേഷൻഷിപ്പിനെ ഒരു കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, അതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ സ്നേഹമൊന്നും നിങ്ങൾ കാണിക്കുന്നില്ല പുറത്ത്. ഈ പേഴ്സണ് പൈസയുടെ പുറകെയാണ് നിങ്ങൾ നടക്കുന്നത്, കേട്ടോ. അപ്പോൾ പക്ഷെ നിങ്ങൾ കുറച്ചൊരു ഓവർ സ്പെൻഡിങ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ സ്നേഹത്തിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ മരിച്ചു, മനസ്സിലായി? ഇപ്പോൾ നിങ്ങൾക്ക് ആരോടും സ്നേഹമൊന്നുമില്ല, ഹാർട്ട് ബ്രേക്ക് ഒന്നുമില്ല, നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്നു. നിങ്ങൾ ഭയങ്കര ശാന്തമായി, ഇപ്പോൾ അധികം എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, ലൈഫ് ഭയങ്കര ഈസിയായി. നിങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് ആർക്കും ഓഫർ കൊടുക്കാനോ ആരുടെതെങ്കിലും ഓഫർ മേടിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ശരിക്കും പാഠം പഠിച്ചു, എന്താണ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്താണ് സ്നേഹം. നിങ്ങൾക്ക് കിട്ടിയതൊരു വലിയ ബാഡ് എക്സ്പീരിയൻസ് ആയിപ്പോയി. പക്ഷെ എന്നാലും ഇതിൽ നിന്ന് നിങ്ങളൊരു പാഠം പഠിച്ചു. ആർക്കും നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ആർക്കും എന്താ പറയുക, ആരെയും അനുവദിക്കരുത് എന്നൊരു പാഠം നിങ്ങൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന് നിങ്ങൾ തൽക്കാലം
അവധി കൊടുത്തേക്കാണ്. മനസ്സിലായി? ഇപ്പം നിങ്ങൾക്ക് സ്നേഹിക്കാൻ സമയമില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അതാണ് നിങ്ങളുടെ ഗൈഡൻസും, അതാണ് ശരി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളൊരു റിക്കവറി ചെയ്യുകയാണ്. നിങ്ങൾ കുറേ വേദനിച്ചു, അപ്പോൾ അതിൽ നിന്ന് കുറേ നഷ്ടങ്ങളുണ്ടായി നിങ്ങൾക്ക്. നിങ്ങളെ തന്നെ നിങ്ങൾ മറന്നുപോയി. തിരിച്ച് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ്. അത് നല്ല കാര്യമെന്നാണ് യൂണിവേഴ്സ്. അതാണ് നിങ്ങളുടെ ഗൈഡൻസ് കേട്ടോ. അപ്പോൾ വെർഗോ പൈസസ് ഉണ്ട്, ഇവിടെ കാപ്രിക്കോൺ ഉണ്ട്, പിന്നെ ടോറസ് ലീബ്ര ഉണ്ട്. ബാക്കി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ റീഡിങ്. അപ്പോൾ ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ നിർത്തുകയാണ്. ഇനി വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. എല്ലാവർക്കും ദൈവം സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമൃദ്ധമായി തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.